CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പ്രകാശ് കാരാട്ടും ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് 4 മേഖലകളിലായുള്ള പാർട്ടി നേതൃനിരയിലുള്ള ലോക്കൽ സെക്രട്ടറി വരെയുള്ള സഖാക്കൾക്കുള്ള റിപ്പോർട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾക്ക് വേണ്ടിയും പാർട്ടി മെമ്പർമാർക്ക് വേണ്ടിയുമുള്ള റിപ്പോർട്ടിംഗ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ സെൻട്രൽ കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കൊടുത്തു. തികച്ചും തെറ്റായ ഒരു വാർത്ത ഉൽപ്പാദിപ്പിക്കുക, അത് പ്രചരിപ്പിച്ച് ചർച്ച ചെയ്യുക, ഈ നിലയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. തുടർന്ന് സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ കമ്മിറ്റിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരായി, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരായി VP ജയരാജൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ടുള്ള വിമർശനം നടത്തുകയുണ്ടായി എന്ന വാർത്തയും വരികയുണ്ടായി. ജയരാജനെ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ശരിയല്ലാത്ത യെച്ചൂരി തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോഴും പറഞ്ഞു, സഖാവ് ജയരാജൻ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ മേഖലയിൽ നടന്ന ചർച്ചയിലെ സഖാവ് ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. എന്നിട്ടാണ് ഇതുപോലുള്ള കളവ് വളരെ പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്ന പത്രങ്ങൾ ഉൾപ്പെടെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ട, ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പ്രത്യേക ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചത്. അല്ലാണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല. മാത്രമല്ല, ജനറൽ സെക്രട്ടറിയും സഖാവ് പ്രകാശ് കാരാട്ടും കൂടി പങ്കെടുത്ത 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിശോധനയിൽ കേരളവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരായിട്ട്, പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ CPMന് യാതൊരു സംശയവും ഇല്ല. ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് SFIക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി SFIയെ ആക്ഷേപിക്കുകയാണ്. SFIക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI.
അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ SFI പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രതിലോമ ശക്തികൾ, വലതുപക്ഷ ശക്തികൾ, KSU, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ SFIയുടെ 35 സഖാക്കളെയാണ് മൃഗീയമായിട്ട് കൊന്നത്. SFIയുടെ ഭാഗത്ത് ഒരു സംഭവം പോലും പറയാൻ ഇല്ല. ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാവും. പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത്. ഏറ്റവും അവസാനമായിട്ട് SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജൻ്റെ നാട്ടുകാരനാണ്, തളിപ്പറമ്പുകാരനാണ്. ധീരജൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലങ്ങളിൽ. ക്യാമ്പസിലെ ജനാധിപത്യവും വികസ്വരമായ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കാനും റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും സാധിച്ച പ്രസ്ഥാനമാണ് SFI. നിങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ SFIയിലൂടെയാണ് കടന്നു വന്നത് പത്രപ്രവർത്തനത്തിലേക്ക്, അല്ലേ? അങ്ങനെയല്ലേ? അതിലൊന്നും ആ പാരമ്പര്യത്തെയൊന്നും തള്ളിപ്പറഞ്ഞ് ഏതെങ്കിലും കോളേജിലുണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് പർവ്വതീകരിച്ച് അത് കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന SFI സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെ ജനങ്ങളാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും അത് SFIക്കാരാണ് എന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ തിരുത്തപ്പെടണം. തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം. നിങ്ങൾക്കറിയാം, ധീരജിനെ കൊന്നത് പൈലിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയാണ്. എൻ്റെ കുട്ടികളാണ് ഇത് ചെയ്തത് എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. എരന്നു വാങ്ങിയ കൊലപാതകമാണ് എന്നാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റിൻ്റെ പ്രതികരണം. പറഞ്ഞാൽ കൊലപാതകം നടത്തിയിട്ട് പോലും പുതിയ ഘട്ടത്തിൽ അതിൻ്റെ പ്രതികളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എല്ലാതരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും തൂക്ക് രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണിപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി SFIക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് വരുന്നത്. അധ്യാപകരെ ചവിട്ടിക്കൊന്ന അനുഭവമുള്ള ഈ കേരളത്തിൽ അതെല്ലാം മറന്ന് UDFൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുകയാണ്. അതിന് പൂർണ്ണമായി ചില പത്രങ്ങൾ, ചില മാധ്യമങ്ങൾ ഒത്താശ ചെയ്ത് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെ നടത്തുന്നതും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്നതുമായ കയ്യേറ്റങ്ങൾ, ആ കയ്യേറ്റങ്ങളെ തെറ്റായ പ്രവണതയാണ് എന്ന് വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാനാവണം. ഏകപക്ഷീയമാവരുത് അത്തരത്തിലുള്ള നിലപാടുകളുടെയുള്ള സമീപനം.
KSU നേതാവ് ഉൾപ്പെടെ പ്രിൻസിപ്പളുടെ മുറിയിൽ കറന്ന് നടന്നിട്ടുള്ള മട്ടന്നൂർ കോളേജിലെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്തേ മുഖപ്രസംഗം ഒന്നും എഴുതാത്തത്? പിന്നെ കുട്ടികളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദപ്രയോഗം, അതിനേക്കാളത് എത്ര വലിയ പദപ്രയോഗങ്ങളാണ് നിങ്ങൾ പ്രസിഡൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞത്. നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം നല്ലതുപോലെ ഊട്ടി ഉറപ്പിച്ച് വളർത്തിയെടുക്കുന്ന KPCC പ്രസിഡൻറ്റും PD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം കൊടുത്തതല്ലേ? എത്ര മ്ലേച്ഛകരമായിരുന്നു അതെല്ലാം. എന്നിട്ട് ഇപ്പോൾ SFIയെ പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റ് പിശകുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി പോകണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ അതിനൊക്കെ കഴിവുള്ള ശേഷിയുള്ള ആളുകളാണ് KPCC പ്രസിഡൻറ്റും അതുപോലെ PD സതീശനും ഒന്നും ധരിക്കാൻ പാടില്ല. KSUകാരും ധരിക്കേണ്ടിയില്ല, MSFകാരും ധരിക്കേണ്ടിയില്ല. മറ്റങ്ങനെ ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അവരും ആ തരത്തിൽ ധരിക്കേണ്ടിയില്ല. അപ്പോൾ ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും. കാരണം SFI ഒരു സ്വതന്ത്രമായ ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ശേഷിയുണ്ട്, കഴിവുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം തന്നെയാണ്. ആർക്കും പകരം വെക്കാൻ ഇപ്പോഴില്ല അതിന് പകരം. പക്ഷേ ആ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് പലരും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന രീതിയിൽ പറയാനുള്ളത്. ആ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ്. SFI എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല സംഘടനയിലുള്ള ആളുകൾക്കുണ്ടാവും, പാർട്ടിക്കാർക്കും ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയല്ലല്ലോ CPI വേറൊരു പാർട്ടി, ഞങ്ങൾ വേറൊരു പാർട്ടി. അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, AISF. സ്വാഭാവികമായിട്ടും അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പരിഹരിച്ചു പോകാൻ ആവശ്യമായ നിലപാടാണല്ലോ സ്വീകരിച്ചു പോകേണ്ടത് ഇടതുപക്ഷ ശക്തികൾ എന്ന രീതിയിൽ. അതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടല്ലേ നിന്ന്. SFI ഇത്തരം സംഘടിതമായ പ്രസ്ഥാനമെന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയൊരു പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനത്തോട് നിരവധിയായ സന്ദർഭങ്ങളിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒക്കെ അതിശക്തിയായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ട്. അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ടാവും. അതിനെന്താ അത്ഭുതപ്പെടാനുള്ളത്? ഞാനിപ്പോൾ അതിൻ്റെ യോജിപ്പാണോ അല്ല യോജിക്കുന്നില്ല എന്നല്ല ഇവിടെ പ്രശ്നം. അതായത് CPI ഒരു പാർട്ടി എന്ന രീതിയിലും AISF വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിലും അവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല. അതെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകേണ്ടതാണ്. പദാനുപദത്തിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ CPIയും CPIMഉം പ്രധാനമായ രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമുക്കുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ രീതിയിൽ പരിഹാരം തേടുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഉൾപ്പെടെയുള്ള ഓരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റായ പ്രവണതയുള്ള എല്ലാറ്റിനെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മുമ്പേ ഒഴിവാക്കി, വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രവണത മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ അവരുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളിത് പരസ്യമായിട്ട് പറയുക മാത്രമല്ല, പ്രചരണ ജാഥ നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ അവബോധം ഉണ്ടാക്കി, ഓരോരുത്തരെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടില്ല.
അത് കണ്ണൂരുമില്ല. അത് ആരുടെ പ്രതികരണത്തെ പറ്റിയല്ല ഞാനിവിടെ പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത നിലപാടെന്താണെന്നാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു തരത്തിലും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള തികച്ചും ക്രിമിനലായ, തികച്ചും ഒരാൾക്കും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമല്ല CPIM. അവർക്കാർക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല. ആ ഉറച്ച നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഇനി അതിനെ എടുക്കുക. അതിനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല. അതിലെ ജനാധിപത്യപരമായ ഒരു സംവിധാനത്തിൻ്റെ ഒരു കരുത്ത്. ആരെ പേര് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നിങ്ങൾ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാണോ? മാധ്യമങ്ങളെ പറ്റി തന്നെ പറയാം. EP ജയരാജൻ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് അടിച്ചതാ. എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം കിട്ടിയേ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അതേ ഉള്ളൂ കാര്യം കേട്ടോ. അല്ലല്ല, പി ജയരാജൻ്റെ കാര്യം, പി ജയരാജൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ഈ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയത്. അതുകൊണ്ട് പി ജയരാജൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പങ്കുവഹിച്ച ഒരാളെയല്ല. ഈ പറയുന്ന കറക്ഷനിലേക്ക് പാർട്ടി ആകെ നയിക്കുന്നതിന് നല്ലതുപോലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവാണ് സഖാവ് പി ജയരാജൻ. നമ്മൾ പിന്നെന്താ സംശയം? അതിൽ ഉത്തരായി. ഉണ്ട്. അതൊന്നും രഹസ്യമില്ലല്ലോ, എല്ലാം പരസ്യമായിട്ടാണ്. മേലെ താഴെ മുതൽ മേലെ ഒന്നുമല്ല, മേലെ മുതൽ താഴെ വരെയാണ്. ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമല്ല, മേലെ മുതൽ താഴെ വരെയുള്ള കറക്ഷൻ വേണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഉൾപ്പെടെയുണ്ട്. നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അത് ഞങ്ങൾ പരിശോധിച്ചു. കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത് അത്. അല്ലാണ്ട് സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ ഒരു രഹസ്യമൊന്നുമില്ല. ഞങ്ങളുടെ ആർക്കും ആരാണോ അവർ. ഇനി ഓരോരുത്തരെയും 6 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. എന്നിട്ട് ഇനി ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട എത്ര ദിവസം വേണ്ടി പറയാൻ? 6.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയും പ്രസ്ഥാനവും. ആ പാർട്ടിക്ക്, പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് അത് പരിഹരിക്കണം. എല്ലാവരും പരിഹരിക്കണം. ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം. അതാണ് കാര്യം. ആയിക്കോട്ടെ, ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചാണ്. അതെ, അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം, മാറ്റണം. അല്ല, ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത്. അത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ? അതില്ല. അത് ഞാനിപ്പം തന്നെ ഉറപ്പിച്ച് പറയുക. അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട. അതുമല്ല, പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത്. ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PP മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തും. അതിലൊന്നും സംശയം വേണ്ട. അതൊക്കെ പദപ്രയോഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെന്ത് തിരുത്തൽ? രക്ഷാപ്രവർത്തനം പിണറായി തന്നെ പറഞ്ഞല്ലോ, വണ്ടീൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുമ്പോൾ വണ്ടീൻ്റെ മുമ്പിലേക്ക് ചാടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം. ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത്. അസംബ്ലി പറഞ്ഞത് തന്നെ, ഇപ്പോൾ അവസാനം പറഞ്ഞത് തന്നെയാണ്. തന്നെയാണ്. അതിനും വിട്ടുകളാണ് മൈക്ക്. ഇവിടെ നേരെ മുഖത്ത് നോക്കിയിട്ട് നിൻ്റെ മറ്റേ വിളിച്ച് അത് നിങ്ങൾക്ക് അസോസിയേഷൻ ഇല്ല കേട്ടോ. നേരെ മുഖത്ത് നോക്കിയിട്ടില്ലേ മറ്റേ പറഞ്ഞ് കൂടോത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്
അതിനോടൊന്നും പ്രശ്നമില്ലെന്ന്. പൊതുസമൂഹം തന്നെയാണ് നിങ്ങളെല്ലാം കണ്ടെല്ലാം കൂടിയാണ് കാണിച്ചത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിലാണ് അതെല്ലാം കാണിച്ചിരുന്നത്. അല്ലാണ്ട് വേറെ കാണിച്ചതാ? ആ ആ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ, എവിടെയൊക്കെയാണോ അവിടെയൊക്കെ. ആ അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടുകൂടി അത് തയ്യാറാവും. അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ വരും. അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയും. ഏത് രേഖ? അല്ല, ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി രേഖ പരസ്യപ്പെടുത്തിയല്ലോ. അല്ല, ഞങ്ങളിപ്പോൾ അതെല്ലാം പൂർണ്ണമായ രീതിയിൽ താഴത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ പോകല്ലേ. ഇപ്പോൾ പൂർണ്ണമായില്ല. ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി അടുത്ത ഘട്ടം എന്നോട് അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയില്ല, എനിക്കറിയില്ല. അതിൽ സുധാകരനോട് ചോദിച്ചാൽ മതി. വേറെ എന്നോട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട്. അതല്ലാതിരിക്കാൻ മാർക്സിസ്റ്റുകാർ ചെയ്യാനിടയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട്. അപ്പോൾ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ? ശുദ്ധ അന്ധവിശ്വാസമാണ്. സുധാകരൻ പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കൈ വിളിപ്പോൾ എനിക്ക് കൈക്ക് സുള്ളുണ്ടാക്കി, അതിന് തലയുണ്ടായി, തല വരുമ്പോഴേക്ക് തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണെന്ന്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശുദ്ധ അസംബന്ധമാണ് ഈ കൂടോത്രം എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത് കേട്ടാ. അത് കന്നിമൂല കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നൊക്കെയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതന്നെ മഹാത്ഭുതമാണെന്നാണ് ചില ആൾ വിശ്വസിക്കുക. എന്ത് ചെയ്യാനൊക്കെ അവരുടെ വിശ്വാസം. ഞാൻ ഈ കൂടോത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് തീർക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു കൂടോത്രവും വരില്ല. CPM ഒരു കൂടോത്രവും ബാധകമല്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പത്ര? ഇംഗ്ലീഷ് ചാനല? ഞാൻ വിചാരിച്ചു മനോരമ. ഞാൻ വിചാരിച്ചു മനോരമ. കാരണം ഇവരാണല്ലോ ഓരോ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. മനസ്സിലായില്ലേ? ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാമുള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ്, അല്ലാണ്ട് യാദൃശികമായിട്ട് വരുന്നതല്ല. അപ്പോൾ അതില്ലേ കൂടോത്രം